ശരീരത്തിന് ഊർജവും തണുപ്പും നൽകുന്ന ഒരു എനർജി ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് സമ്മർ ഡ്രിങ്കാണ്. ഇതിനായിട്ട് റാഗിയാണ് എടുത്തേക്കുന്നത്. റാഗി വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്കാണ്. പിന്നെ വേണ്ടത് തേങ്ങ വേണം. തേങ്ങ നമുക്ക് ചിരകിയ തേങ്ങ ആയാലും മതിയേ. പിന്നെ ബദാം ഒന്ന് കുതിർത്തെടുക്കണവേ. പിന്നെ വേണ്ടത് ഒരു 2-3 ഏലക്ക വേണം. പിന്നെ ശർക്കര വേണം. ഇത്രയാണ് ഈ ഒരു ഡ്രിങ്കിന് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് എടുത്തു വച്ചിരുന്ന നമ്മൾ ഈ കൂര ഒന്ന്, അതായത് റാഗി. ഇത് റാഗിക്ക് പഞ്ഞിപ്പുല്ല് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ ഇത് വറുത്തെടുക്കണം. വറുത്ത് നല്ല മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണവും ആയിരിക്കും. ഈ റാഗി തന്നെ ഒരു കൂളിംഗ് ഏജൻ്റാണ്. ഇതിൽ ഉയർന്ന ഫൈബർ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ദഹനം സുഗമമാക്കാനും ശരീരത്തിലെ ആന്തരിക താപനില കുറയ്ക്കാനും ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പണ്ട് മുതലേ ഈ വേനൽക്കാലത്തൊക്കെ റാഗി കുറുക്കും ജ്യൂസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്. പിന്നെ ഇത് തണുത്ത സമയത്ത്, തണുപ്പ് കാലത്ത് ഈ റാഗി കൊണ്ടുള്ള ഒന്നും കഴിക്കരുത്. ഈ കൊടും ചൂടിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാനും പലതരം പാനീയങ്ങൾ കുടിക്കാറുണ്ടല്ലോ. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി സമ്മർ ഡ്രിങ്കാണ് ഇത്. നമ്മൾ പലതരം പാനീയങ്ങൾ കുടിക്കുന്നത് ദാഹം മാറുക മാത്രമേ ചെയ്യത്തുള്ളൂ. ശരീരത്തിന് യാതൊരു ഗുണവും കാണത്തില്ല. എന്നാൽ ഈ റാഗി കൊണ്ടുള്ളൊരു ഡ്രിങ്ക് നല്ലത് തന്നെയാണ്. അങ്ങനെ ഞാൻ റാഗി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. കഴുകാതെയാണ് നമ്മളത് വറുത്തെടുത്തത്. ഇപ്പം ഞാൻ നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണമേ. ഞാൻ എടുത്തേക്കുന്നത് ഒരു 1/2 ഗ്ലാസ് റാഗിയൊക്കെയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നമുക്ക് ചിരകിയ തേങ്ങ ആയാലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ ചേർക്കണമെന്നില്ല. നമുക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാവേ. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 വലുതാണെങ്കിൽ ഒരു 2 മതി. ചെറുതാണെങ്കിൽ ഒരു 3-4 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരമാണ് ഞാനിവിടെ ശർക്കര എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അളവിലൊക്കെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യാനുസരണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ. നല്ല രീതിയിൽ ഇപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ ആ റാഗിയിലെയും നമ്മൾ തേങ്ങയുടെയൊക്കെ ആ ഒരു എന്തോ മാറണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാനിതങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാരയെക്കാട്ടി നല്ലത് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ശർക്കരയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തശുദ്ധീകരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചസാരയെ അപേക്ഷിച്ച് ശർക്കര പതുക്കെ മാത്രമേ രക്തത്തിൽ അലിഞ്ഞു ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം മാറാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഹെൽത്തി സ്വീറ്റ്നെസ്സാണ് ഈ ശർക്കര. ഇതുപോലെ നല്ല രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി സമ്മർ ഡ്രിങ്കാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഇത്. നല്ല തണുപ്പിച്ച് തന്നെ നമ്മളൊന്ന് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത്. ആ ഒരു ചൂടിൽ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ചൂടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഡ്രിങ്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഉന്മേഷവുമായിരിക്കും ഇത്. അങ്ങനെ നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബദാം ഉണ്ടല്ലോ. ബദാം നമ്മളൊന്ന് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒരു കുറച്ച് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. ബദാമിൽ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബദാമിൽ ഊർജത്തിൻ്റെ കലവറയാണ്. ബദാം കുതിർത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്നതോടൊപ്പം വെയിലത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം മാറാനും അതുപോലെ തന്നെ ഇതിലെ വിറ്റാമിൻ ഇ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് അങ്ങനെ ഞാൻ ബദാമും അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സമ്മർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണ്.
ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തണുപ്പിച്ച് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാ അങ്ങനെ നമ്മളിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ സമ്മറിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ദിവസവും കുടിച്ചു കഴിഞ്ഞാൽ അത്രയും ശരീരത്തിന് നല്ലതായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഇത്. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് നമ്മുടെ ശരീരത്തിന്. ദാഹം മാത്രമല്ല, ശരീരത്തിൽ ഊർജ്ജം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.